എന്താ നിന്റെ കയ്യില്? അതമ്മേ, കീർത്തിയും ഉദയേട്ടനും കൂടി കുടിക്കാനിരുന്നതാ. പൂജകളൊക്കെ നടക്കുന്നുണ്ടേ. ഇപ്പൊ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്നും അമ്മ അനുവദിച്ച ഭക്ഷണം മാത്രം കഴിച്ചാ മതിയെന്നും പറഞ്ഞിട്ടേ ഞാനിത് കളയാൻ കൊണ്ടുപോയതാ. നിന്റെ വായിലേക്കാണോടി കളയുന്നേ? നീ ഇത് കുടിക്കാൻ നോക്കിയതല്ലേ? ഇങ്ങോട്ട് താ അത്. അയ്യോ, തരാൻ. ഈ നിലയ്ക്കാണ് നിന്റെ പോക്കെങ്കില് പൂജാരി ഇനിയും ശിക്ഷ വിധിക്കും. അതൊരു പക്ഷേ നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല നിർമ്മലേ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മേ, എന്നാലും എന്റെ അമ്മേ, വാഷ് ബേസിനെ കളയാനാന്ന് പറഞ്ഞു കൊണ്ടുവന്ന സാധനം കുടിക്കാൻ ഒരു നാണം തോന്നിയില്ലേ അമ്മയ്ക്ക്? ഇതിപ്പോ ഞങ്ങൾക്കുള്ളതിനെ ഇല്ലാതാക്കുകയും ചെയ്തു, നിനക്കുള്ളത് കിട്ടിയില്ല. സന്തോഷായില്ലേ? ആർക്കും വേണ്ട. ഞാൻ വിശന്നിരിക്കുമ്പോ ഇവിടെ ആരും ഒന്നും കഴിക്കണ്ട. അതാ എന്റെ തീരുമാനം. മനസ്സിലായോ? നോക്കിക്കോ, എന്നെ ഇങ്ങനിട്ട് വിഷമിപ്പിക്കുന്നവരെല്ലാരും അനുഭവിച്ചു ചാവും. അത് നമ്മളെ അല്ല, മുത്തശ്ശിയെ പറഞ്ഞതാ. പക്ഷെ സൂക്ഷിക്കണം അച്ഛാ, അമ്മ പ്രാഗെ ഏക്കും. ഓ, സ്വന്തം ഭർത്താവിനെ ഈ കുടുംബക്കാരെയൊക്കെ സ്ഥിരമായി പ്രാപിക്കൊണ്ട് നടക്കുന്നത് നിന്റെ അമ്മയുടെ സ്ഥിര സ്വഭാവമല്ലേ? അതിന് ദൈവം വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല മോളെ. പറയാനാണ് ഓക്കെ മിസ്റ്റർ ആന്റണി, നിങ്ങൾ ഞാൻ നാളെ വിളിക്കാം. ബൈ. എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവിടെ ആരെങ്കിലും കണ്ട പ്രശ്നമാവും. ഞാനിപ്പോ സ്വർഗത്തിലെ കട്ടുറുമ്പാണോ? ഞാൻ വന്നത് നിനക്ക് ഒട്ടും ഇഷ്ടായില്ലല്ലേ? കഥ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക. നമ്മളെ രണ്ടുപേരെയും ഒന്നിച്ചിവിടെയുള്ളവർ കണ്ടു കഴിഞ്ഞാ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷെ കാതയ്ക്ക് നഷ്ടപ്പെടുന്നെന്ന് ഓർക്കണം. കഥ വന്നേ, വരണേ പറഞ്ഞ വരണല്ലേ പറഞ്ഞേ, വാ കഥ. നിന്റെ വ്രതത്തിനും പൂജയ്ക്കും ഇവിടെ നല്ല പേരാണല്ലേ? ഗാഥ, ഞാൻ പേരെടുക്കാൻ വേണ്ടി ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. വ്രതം എടുക്കുമ്പോ അത് വൃത്തിയായിട്ട് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്നാലേ ഇനി നീ ചെയ്യണ്ട. എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ. ഇനിയുള്ള പൂജകളൊക്കെ ഞാൻ ചെയ്യും. എന്ത് ഭ്രാന്താ ഈ പറയുന്നേ? പൂജ തുടങ്ങിയത് ഞാനല്ലേ? ഞാൻ എടുത്ത വ്രതം പാതയിൽ തുടരാൻ ഗാഥയ്ക്ക് എങ്ങനെ പറ്റുക? ഓ, പറയാനുള്ള ന്യായങ്ങളൊക്കെ ഒന്നിച്ചങ്ങ് പഠിച്ചു വെച്ചിരിക്കുകയാണല്ലേ?
പൂജ പൂർത്തിയാക്കണം, ഒരു കുഴപ്പമില്ലാതെ നവീന്റെ കൂടെ ഇവിടെ അങ്ങ് സുഖമായിട്ട് ജീവിക്കണം. അതല്ലേ നിന്റെ ഉദ്ദേശം? ഗാഥ, ഇതൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് 1000 തവണ ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ ഈ സമയത്ത് ഇവിടെ കേറി വന്ന് ഭ്രാന്ത് വിളിച്ച് പറയാണോ? ഈ പൂജ ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയാല് എന്തൊക്കെയാ അതിന്റെ ഫലങ്ങളെന്നറിയോ? ആരെയൊക്കെ അത് ബാധിക്കാന്നറിയോ? ആര് ബാധിച്ച് നിനക്കെന്താ? ഈ 41 ദിവസത്തെ പൂജ ഞാൻ ഏറ്റെടുത്തത് എന്തുകൊണ്ടാന്നറിയോ? ഇത്രയും കഠിനമായ പൂജ നടത്താനുള്ള കരുത്ത് ഗാഥയ്ക്ക് ഇല്ലെന്നറിഞ്ഞോണ്ടാ. കുട്ടിയും നവീനും ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത്, തുടങ്ങി വെച്ച പൂജ ഞാൻ പൂർത്തിയാക്കാന്ന് പറയുന്നത്. ഇനിയൊരു 40 ദിവസമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാം. എനിക്ക് സൗകര്യമില്ല. ഞാനേ ഇവിടെ എല്ലാവരെയും വിളിച്ചു കൂട്ടാൻ പോവാ. എല്ലാവരോടും കാര്യങ്ങൾ പറയാൻ പോവാ. അയ്യോ, ഒന്ന് പതുക്കെ. ആരെങ്കിലും കേട്ട് വന്നാലോ? വിടറി. കേട്ട് വന്ന എനിക്ക് എന്താ കുഴപ്പം? എനിക്ക് ഇനി ഒന്നും ഒളിക്കാനില്ല. എന്താ? ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഈ വ്രതം ഞാൻ കംപ്ലീറ്റ് ചെയ്യും. മോൾ ആരോടാ സുമിത്ര സംസാരിക്കുന്നേ? ഗാഥമോളെ,